ഇതെന്തിനാണെന്നറിയാമോ? ഇന്ന് ഞാൻ രാവിലെ ഇലയുടെ ഉണ്ടാക്കാൻ പോവാം. ഗോതമ്പ് പൊടി ശർക്കരയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വാഴയില എടുക്കണമെന്നുണ്ട്. അത് ഞങ്ങൾ വരെ പോകാൻ വയ്യ. ഇതാകുമ്പോൾ മിറ്റത്തുണ്ട് വാഴയില. ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇലയുടെയാണ്. അപ്പം മാളിൻ്റെ പരിപാടി കണ്ടാ? മാളുവിൻ്റെ ബുക്കെല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പം മാളുവിന് ഇപ്പോൾ ഈ കൊച്ചു ഷെൽഫിൽ പറ്റുന്നില്ല. അപ്പം മാളുവിന് വലിയൊരു ഷെൽഫ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അപ്പുറത്തിരിക്കുന്ന വലിയ ഷെൽഫ് മാളുവിന് കൊടുത്തോണ്ട് കൊച്ചു ഷെൽഫ് ഞാൻ എടുക്കാൻ വേണ്ടി മാളു അതിൻ്റെ പരിപാടിയിലാണ്. ക്ഷീണിച്ചിരിക്കുക. വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. ഇനി ചേച്ചി ഷെൽഫ് ഒഴിവാക്കി കൊടുത്താലേ അവക്കത് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. നല്ലോണം വായിക്കും കേട്ടോ, നല്ല വായിക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ഇടുകയൊക്കെ ചെയ്ത് അങ്ങനെ മാളു എനിക്ക് ഇഷ്ടംപോലെ ബുക്സ് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ മാളു ബുക്ക് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നേ. കാരണം ബുക്കിനൊക്കെ ഭയങ്കര പൈസയല്ലേ. അപ്പം ഞാൻ അവളെ വഴക്ക് പറയുമായിരുന്നു. എന്നിട്ട് ഇപ്പം അവള് തന്നെ ബുക്ക് വായിച്ച് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് ഇഷ്ടംപോലെ എത്ര 2-3 പബ്ലിക്കേഷൻസ് നമുക്ക് ബുക്ക് വരലുണ്ട്. അപ്പം ആദ്യം ഒരു കൊച്ചു TV സ്റ്റാൻഡിൽ അടുക്കി തുടങ്ങിയതാണ്. അതൊരു വലിയൊരു ഷെൽഫിലായി. ഇപ്പം അതിലും കുറച്ചുകൂടെ വലിയൊരു ഷെൽഫിലേക്കായി. ഓക്കെ, ഇപ്പം കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എല്ലാ കുട്ടികൾക്കും ഇല്ലാത്തൊരു കഴിവല്ലേ അത്, വായിക്കുക, പിന്നെ അതേക്കുറിച്ച് പറയുക എന്നൊക്കെ പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഇല്ലാത്തൊരു കഴിവാണ്. അപ്പോൾ അത് അവൾക്കുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ തന്നെത്താനെ ഷെൽഫ് ഒഴിവാക്കി എടുക്കുവാണ്. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് സമയം പോകുമല്ലോ, അതിൽ തന്നെ ഒഴിവാക്കി എടുക്കുക. എന്ത് ചെയ്യാൻ പോവാ മാളു? ഈ ഷെൽഫ് മാറ്റി വലിയ ഷെൽഫ് വെക്കാൻ. ഈ ഷെൽഫ് മാറ്റി വലിയ ഷെൽഫ് വെക്കാൻ. എന്ത് പറ്റി? ഇത് സൈസ് പോരെ. ബുക്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാളുവിന് ഷെൽഫിന്റെ റിക്വയർമെന്റ് വലുതായി വരും അല്ലേ? അയ്യോ, ഈ ബുക്സ് എല്ലാം മാള് വായിച്ചു കഴിഞ്ഞതാ? ഇതിലൊരു 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 എണ്ണം വായിക്കാനുണ്ട്. 22 എണ്ണം വായിക്കാനുണ്ട്. ബാക്കി വായിച്ചു. ഇതാണ് ആ ഷെൽഫ് കേട്ടോ. എൻ്റെ അടുക്കളയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ അടുക്കി വെച്ചുകൊണ്ടിരുന്നൊരു ഷെൽഫാണ് അത്. അപ്പോൾ അവൾക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ശരി അത് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെത്താൻ അതെല്ലാം പറക്കി മാറ്റി എല്ലാം റെഡിയാക്കി എടുക്കുക. കണ്ടോ, വലിയൊരു ഷെൽഫാണ് അത് കേട്ടോ. അത്യാവശ്യ സാധനങ്ങളെല്ലാം കൊള്ളുന്നതാണ്. ഇനി ഈ സാധനങ്ങളെല്ലാം കൂടെ ചെറിയ ഷെൽഫിൽ കൊള്ളുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും ശരി, അവളതൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഇരിക്കട്ടെ, അവളുടെ ബുക്സ് ഒക്കെ വൃത്തിയായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് പിള്ളേരുടെ മണ്ണാണ്. അത് മണ്ണടിയത്. ഇവൾ ആദ്യം ബുക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഷെൽഫിനേക്കാളും അതിന് ഇരട്ടിയുണ്ട് കേട്ടോ ഈ ഷെൽഫ്. അപ്പൊ ഇത് ഞാൻ അടുക്കള എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന ഷെൽഫൊക്കെയാണ്. പക്ഷെ എന്നാലും ശരി, അവളുടെ ബുക്സ് ഒക്കെ അത്രയും ഉള്ളത് അവിടെ എവിടെയും കൊണ്ട് വെക്കണ്ടല്ലോ. അപ്പൊ ഇതിലാവുമ്പോൾ അവൾക്കത് ഫുള്ളും അതിൽ വൃത്തിയായിട്ട് അടുക്കി വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ അടുക്കളയിൽ എന്റെ കൈ ഒഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് അത് മാറ്റി കൊടുക്കാൻ അവൾക്ക് തിരക്കായതുകൊണ്ട് അവള് തന്നെ അത് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അവള് തന്നെ അതിലെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ആ ഷെൽഫെല്ലാം അടുക്കി പറക്കി എടുക്കുക കേട്ടോ. ഞാൻ ഇത് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഷെൽഫ് കാണിച്ചു തരാം കേട്ടോ. അവള് ബുക്കെല്ലാം അടുക്കി വെച്ചതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ. എന്തുമാത്രം ബുക്സിന്റെ കളക്ഷൻ ഉണ്ട് അവളുടെ കയ്യിലെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂലിപ്പണിക്ക് പോകുന്നത് കല്ലുമ്പ പോയായിരുന്നു 1000 രൂപ 1500 രൂപ ദിവസം. പതുക്കെ താക്കടി, അതിന്റെ പേര് കളയാതെ പതുക്കെ പൊതിക്ക്. മാറ്റണ്ടായോ? ഇതിങ്ങോട്ട് വെച്ചിട്ട് മാറ്റാം. അതിൽ ഡിസൈൻ വന്നല്ലോ. അപ്പുറത്തെ വർക്കേരിയന്റെ അവിടെ വെക്കുന്നതാണ്. അടുക്കളയിൽ നമ്മൾ ഇങ്ങനെ പുറകോട്ട് നമ്മളിങ്ങനെ തൂക്കുമ്പോൾ കാറ്റടിച്ചിട്ട് വന്ന് പൊടി പിടിക്കുന്നത്. പിന്നെ പുറത്തുനിന്നുള്ള പൊടിയെല്ലാം കൂടെ ആയിട്ട് ഇത് ഫുള്ള് പൊടിയാണ്. അവിടെ എന്ത് വെച്ചാലും പൊടിയാണ്. അടുക്കളേൻ്റെ അപ്പുറത്ത് വർക്കേരിയുടെ അവിടെ എന്ത് വെച്ചാലും പൊടിയാണ്. അവിടെ എടി തൂത്ത് പുറത്തേക്ക് ഇടുമോനെ, പൊടി അങ്ങനെ ആ തൂക്കേണ്ടിയത്. ഇതാ അങ്ങനെ അങ്ങനെ ആദ്യം ഈ മേലത്തെ ഒക്കെ തീർക്കുക. ആ മേലെ പൊടി കിടക്കുന്നുണ്ടോ?
അതുകൊണ്ട് പുറത്തേക്ക് തെറിപ്പിക്കരുത്. അങ്ങനല്ല. ഇലയുടെ റെഡിയായി കേട്ടോ. ഇതാ നല്ല ചൂടോടെ ഒക്കെ കൊടുക്കട്ടെ. കഴിച്ചു ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ അല്ലേ? എന്നാ കഴിച്ചു. കളയല്ലേ, താഴെ പോലെ കേട്ടോ. ഏറ്റവും വെള്ളി വെക്കേണ്ടി വരും അല്ലേ? അതിൽ വളർച്ച ഇല്ലാണ്ടിരിക്കൂലേ? ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഒക്കെ ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അത് ഇവിടെ തന്നെ ഉണ്ട്. അത് വേറെ ഏതെങ്കിലും വിഷയത്തെ പറ്റും. ഇനി ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം കാണിക്കാം കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ റിവ്യൂ കോപ്പി കുഞ്ഞ അവസാനം കിട്ടിയത് ഇന്നലെ കിട്ടിയത്. ഇത്രയും കംപ്ലീറ്റ് ആയല്ലേ ചെയ്ത്? ഇനിയിപ്പം ഇതും അതും കൂടി ലാസ്റ്റ് വെച്ചാൽ രാവിലെ നമ്മൾ ഇലയുടെയൊക്കെ കഴിച്ചതാ. ഉച്ചക്കത്തേക്ക് വേണ്ടേ വേഗമൊക്കെ സമയം. അപ്പം ഞാൻ വെച്ചു മുരിങ്ങ ഇലയും പരിപ്പും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് പോയി മുരിങ്ങയില ഒടിക്കാൻ പോകുമ്പോഴാണ് ഇത് കണ്ടോ കാന്താരി പഴുത്ത് നിന്ന്. ഇതൊന്നും അല്ല, ഇത് ഇനിയുണ്ട്. അപ്പം ഞാനോർത്ത് ഇതിങ്ങനെ നിന്നാൽ പൊഴിഞ്ഞ് താഴെ പോവേ ഉള്ളല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പറിക്കാം. പച്ചമുളകിന് പകരം ഇത് ചതച്ചിട്ടാൽ പരിപ്പ് കറി ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് അങ്ങനെ ഉച്ചയ്ക്ക് പരിപ്പും മുരിങ്ങയിലയും കറി, ഇന്നലത്തെ മീൻ കറി. അത് കൂട്ടി ഇന്നത്തെ. അവൾ എത്ര വൃത്തിയായിട്ടാണ് ഇത് അടുക്കി വെച്ചിരിക്കുന്നത് അല്ലേ? നല്ല ഭംഗിയില്ലേ ഇപ്പം കാണാൻ. ഞാനിപ്പം ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പുറപ്പെട്ട് നിൽക്കുവാണേ. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ നമുക്ക് വണ്ടി കയറി വരുന്ന നമ്മുടെ മുറ്റത്തിൻ്റെ അവിടെയായിട്ടാണ് സ്റ്റേവെയർ. അപ്പോൾ ആദ്യം അത് കുറച്ചിങ്ങനെ മണ്ണൊക്കെ പൊക്കി കിടന്നൊരു സ്ഥലമായിരുന്നു പോസ്റ്റ് ഇടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് മുറ്റത്തേക്കായിപ്പോയി. ഇപ്പം നമ്മൾ അതിൻ്റെ മണ്ണൊക്കെ എടുത്തിട്ട് മുറ്റം കുറച്ചുകൂടി വീതിയാക്കിയപ്പം നമ്മുടെ മുറ്റത്തായിപ്പോയി ആ സ്റ്റേവെയർ. അപ്പോൾ നമുക്ക് വണ്ടി കയറി വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നേരത്തെ ഒരു തവണ ഇലക്ട്രിസിറ്റിയിൽ പോയി പറഞ്ഞിരുന്നു നമ്മളത്. അപ്പോൾ അന്നേരം അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പോയിട്ട് അതിന് നമുക്കൊരു അപേക്ഷ കൊടുക്കാമെന്ന്. പിന്നെ അത് കൂടാതെ എൻ്റെ ഇതുപോലെ മീറ്ററില്ലേ, ഈ മീറ്ററിൻ്റെ എനിക്ക് കറണ്ട് ബില്ല് കൂടുതലാണ് വരുന്നത്. അപ്പോൾ മീറ്ററിൻ്റെ ഇത് ഇങ്ങനെ ഒരു എന്ത് തന്നെ പറയുന്നതിന് ഇലക്ട്രീഷ്യനെ വിളിച്ച് ഞാൻ കാണിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത് പോസ്റ്റിൻ്റെ എന്തോ ഇതാണ്. അപ്പം അതിനും കൊടുക്കണം ഒരു അപേക്ഷ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങി നിൽക്കുക. അങ്ങനെ കൈപ്പുട്ട് പള്ളിയുടെ സൈഡായത് കേട്ടോ. പള്ളി പെരുന്നാൾ നടന്നതിൻ്റെയാണ് അവിടെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, കുറേ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നതിൻ്റെ. അങ്ങനെ നേരെ കൈപ്പുട്ടൂർ പോയി. അവിടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട്, നൈസ് എന്ന് പറഞ്ഞ കേട്ടോ. ഞാൻ അവിടേക്കാണ് ഈ പോകുന്നത്. ആ ഹോട്ടലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ മാളു എന്നോട് കുറേ ആയിട്ട് പറയുന്നുണ്ട് ഒരു ബിരിയാണി വാങ്ങിത്തരണേ അമ്മയെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഇല്ല ബുക്ക് ഷെൽഫും ഒക്കെ അടുക്കുകയൊക്കെ ചെയ്തതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം വാങ്ങിക്കൊടുത്തേക്കാം. അങ്ങനെ അവിടെ നിന്നൊരു ബിരിയാണി വാങ്ങിയിട്ടാണ് നേരെ KSEB വരുന്നത്. അങ്ങനെ KSEB ഭയങ്കര വലുതും നല്ല സൂപ്പറും ഒക്കെ ആട്ടോ. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചരിഞ്ഞിട്ടുള്ള ഒരു ഇതാട്ടോ. ഞാനവിടെ കുറേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് സ്കൂട്ടർ പാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ KSEB കയറി ചെന്നു. പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ കണ്ടാൽ മതി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ മേഡത്തെ കണ്ടു. അങ്ങനെ ഒരു ഫോം ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്തു. 300 രൂപ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു, അതും അടച്ചു. അങ്ങനെ അവിടുന്ന് അപേക്ഷയൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങി. ഞങ്ങളുടെ ഇവിടെ തന്നെ തോലോടത്തിലുള്ളൊരു മാർട്ട് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങല്. കാരണം പച്ചക്കറി ഐറ്റംസ് ആണെങ്കിലും അല്ലാതെ എല്ലാ ഐറ്റംസും അവിടെ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി, ബാക്കി എല്ലാം നമുക്കിപ്പോൾ ഒന്നിനും പുറത്തേക്ക് പോകണ്ട, എല്ലാ ഏറ്റവും ഐറ്റംസ് അവിടെ കിട്ടുന്നത് കൊണ്ട് അവിടേക്കാണ് വേഗം അങ്ങ് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ മാളൂന് ബിരിയാണി വാങ്ങിയെങ്കിലും അത് കയ്യിലിരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം കേട്ടോ. നമ്മൾ മാളൂന് മാത്രം വാങ്ങിയ പോരല്ലോ എല്ലാവർക്കും വേണ്ടേ. എന്നാൽ പിന്നെ രാത്രിയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ബിരിയാണിക്കുള്ള റൈസും അതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നത്.
അങ്ങനെ പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ചിക്കൻ കടയുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ആദ്യമേ ചിക്കന് പറഞ്ഞിരുന്നു കേട്ടോ, അവരോട് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മാർട്ടിലേക്ക് കയറിയത്. അപ്പോൾ അങ്ങനെ ബിരിയാണിയുടെ ഐറ്റംസ് എല്ലാം വാങ്ങി. പിന്നെ പാലും തൈരും ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ, പാലൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അങ്ങനെ പാലും വാങ്ങി തൈരും വാങ്ങി. അവിടുന്ന് നേരെ പോരുമ്പോൾ ഉണ്ട് വീടിനടുത്തുള്ള കിഴക്കോട്ടിൽ ഞങ്ങൾ കൊച്ചാട്ടം എന്നൊക്കെ വിളിക്കുന്ന ഒരു കടയാണ്. അപ്പോൾ അവിടെ കപ്പ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത്തിരി കപ്പയും വാങ്ങാമെന്ന് കരുതി അങ്ങനെ കപ്പയും വാങ്ങി വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഉണ്ട് അപ്പുറത്തുനിന്ന് ഓമനേച്ചിയുണ്ട്, ഓമയ്ക്ക വേണമെന്നും പറഞ്ഞ് വന്ന്. അപ്പോൾ അവിടെ എല്ലാം കാടിങ്ങനെ ആയി കിടക്കുമായിട്ട്, ഓമനേച്ചിക്ക് മുട്ടി വേദനയൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങ് പറിച്ചു കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ പോയിട്ട് അത് ഓമയ്ക്ക കുത്തിയിടുക. ആ സമയത്ത് ഒരു കാന്താരി പഴുത്ത് നിന്നതാട്ടോ, ഓമനേച്ചി അത് നുള്ളി പറിക്കുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. എങ്ങനെ എടുക്കുന്നേന്? താഴോട്ട് പോയോ? നിങ്ങൾ വിചാരിക്കും ഗൈസ് എനിക്ക് ഇത് തന്നെയാണ് പരിപാടി, നീ ഓമയ്ക്ക പറിക്കാൻ. ഞങ്ങൾ ഈ നാട്ടിൻപുറത്തുള്ളവരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഓമയ്ക്കൊക്കെ ഒത്തിരി ഉണ്ടായാലും എപ്പോഴും അത് വന്ന് നോക്കും, പറിക്കും. ഇത് ഞങ്ങൾ തന്നെ തിന്നത്തൊന്നുമില്ല കേട്ടോ, നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. ഇപ്പോഴും രണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് അവർക്കും പറിച്ചിട്ട് കൊടുത്തു, എല്ലാവർക്കും കൊടുക്കും. കോട്ടയത്ത് പോയപ്പോൾ അമ്മയുടെ ചേച്ചിക്ക് ഞാൻ കൊണ്ട് കൊടുത്തു ഓമയ്ക്ക വിളഞ്ഞത് പഴുക്കാൻ വേണ്ടിയിട്ട്. അവരും ആവട്ടെ മമ്മൂട്ടി. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.